ഇവിടെ നിന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് പോയല്ലോ. ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചോ? അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭൂപേഷ് ബാഗൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടോ? RSSന്റെ ഭാഗത്തു നിന്ന്, ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നൊക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ വിമർശനം ഉണ്ടാവുകയാണ്. BJP സ്വീകരിക്കുന്ന നിലപാട് RSSന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന ഒരു വിമർശനം ഉണ്ടാവുകയാണ്. ഛത്തീസ്ഗഡിലെ സർക്കാരിന് കുറച്ചുകൂടി മിടുക്കോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന ഉപദേശം പോലും ഉണ്ടാവുകയാണ്. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണോ ഈ ഒരു വിഷയത്തിൽ? അങ്ങ് ഈ പറഞ്ഞ വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല. ഞാൻ അവിടെ എങ്ങനെയും കണ്ടില്ല RSSന്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ആരെങ്കിലും സംസ്ഥാന BJP അധ്യക്ഷനെ വിമർശിക്കുകയോ ഗുണദോഷിക്കുകയോ ഛത്തീസ്ഗഡ് സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയോ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബൈറ്റുകളോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല. എന്നാലും ഈ ചർച്ചയിൽ ഇതുവരെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരി, ആയിക്കോട്ടെ. ഇനി അതുകൂടി കുറയ്ക്കണ്ട, ആയിക്കോളും. അല്ല, ഈ RSSന്റെ മുതിർന്ന പ്രചാരകൻ കൂടിയാണ് ദക്ഷിണ പ്രാന്ത കാര്യകാരി സദസ്യൻ K ഗോവിന്ദൻകുട്ടി. രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് കമന്റ് നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, അവിടെ നിയമവും നീതിയും നടപ്പിലാക്കാൻ സർക്കാരുണ്ട്. അവിടുത്തെ സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നത്? കേരളത്തിലെ ഭരണത്തിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും പ്രതിപക്ഷ ഒത്തുകളിക്കെതിരെയും പ്രതികരിച്ച് ജനവിശ്വാസം നേടൂ എന്നായിരുന്നു അങ്ങ് പറഞ്ഞ ഉപദേശം. ഈ പറഞ്ഞ ആള് തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങളെ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇത് ഒരാളുടെ ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നിട്ടുള്ള പോസ്റ്റാണ്, ആ കമന്റാണ്. ഇത് ഈ പറഞ്ഞ ആള് തന്നെയാണ്, ചുമതലപ്പെട്ട ആളാണെന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണോ ചോദിക്കുന്നത്? അല്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അല്ല എങ്കിൽ അങ്ങ് പറഞ്ഞോളൂ ഉത്തരവാദിത്തത്തോടെ. ഇപ്പൊ RSSന്റെ പരിവാർ നേതാക്കൾ, എനിക്ക് ഈ പറയുന്ന പേര് മുഴുവനായിട്ട് ഞാൻ പറയുമ്പോൾ തെറ്റ് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് അത്രമേ അറിയുള്ളൂ ഈ പറയുന്ന സംഘടനാ സംവിധാനത്തെ കുറിച്ച്. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ എടുക്കാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രകോപിതയാവുന്നത്? ഞാൻ വളരെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കമന്റിനെ പറ്റി ഞാൻ ബോധവാനല്ല. ഞാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ് താഴ്ത്ത് വന്നിട്ടുള്ള മുഴുവൻ കമന്റുകളും വായിച്ചിട്ടില്ല. അതിൽ നിങ്ങൾ പറയുന്നു അതിൽ RSSന്റെ ചുമതലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ പറയുന്നു ഫേസ്ബുക്കിലെ മുഖമില്ലാത്ത രൂപങ്ങൾ, പല പേരുകളിൽ പല കമന്റുകൾ വരാറുണ്ട്. ഇത് ഇന്ന ആള് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമാണോ ആധികാരികമായിട്ടൊരു ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രകോപിതയാവുന്നത്? നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കേട്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങ് പറയൂ എന്ന് പറയുന്നതിൽ പൊട്ടിത്തെറിച്ചത് എവിടെയാണെന്ന് എനിക്കറിയില്ല. പ്രേക്ഷകർ കൂടി കണ്ടു കാണും. ഞാൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ പ്രകോപിതയാകണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തൽക്കാലം നിർവാഹമില്ല ശ്രീ ശങ്കുട്ടി ദാസ്. പിന്നെ ഈ പറയുന്നത് പോലെ അല്ല എങ്കിൽ, അതായത് RSSുമായി ബന്ധപ്പെട്ടോ BJPയുടെ കാര്യത്തിലോ ആധികാരികമായി അങ്ങേക്ക് എന്നേക്കാൾ അറിവുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. തുടർന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി ഞാൻ ബോധവാനല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ ഓരോ പരിവാർ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള വ്യത്യസ്ത മേഖലകളുണ്ട്. ആ മേഖലകളിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. ഇതിലൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവരാറില്ല. ബജറംഗ് ദൾ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ആദിവാസി കല്യാൺ സഭ ഒക്കെ വ്യത്യസ്ത മേഖലകൾ പ്രവർത്തിക്കുന്ന ഇതാണ്. ഇവരുടെയൊക്കെ നിലപാടിനെ ഞങ്ങൾ ഏറ്റെടുക്കണമെന്നോ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവർത്തനം തന്നെ മറ്റാളും അതേപോലെ പിന്തുടരണമെന്നോ ശരി. ഇനി എനിക്ക് നിങ്ങൾ ഊഴം തരുമെങ്കിൽ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ SK സജീഷ് പറഞ്ഞു ഇത് ഭീകരവാദ സ്വഭാവമുള്ളൊരു കേസാക്കി മാറ്റണമെന്നുള്ള താല്പര്യം കൊണ്ട് NIA കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിടണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇത് NIA കോടതിയിലേക്ക് വന്നതെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. NIA ആക്ട് 2008 2019 ഉണ്ടായിട്ടുള്ള അമെൻമെന്റ് പ്രകാരം ഇന്റർസ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് NIA ആക്ടിലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. അങ്ങനെയുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകൾ സ്പെഷ്യൽ ഡെസിഗ്നേറ്റഡ് കോടതികളിലാണ് വിചാരണ നടക്കേണ്ടത് എന്നത് നിയമപരമായിട്ടുള്ള തത്വമാണ്. അങ്ങനെ NIA ആക്ടിലെ 2008 NIA ആക്ടിലെ അമെൻമെന്റിന് ശേഷം 2019 ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകളിൽ ഒന്നാണ് IPC 370. ആ IPC 370 ആണ് ഇപ്പോൾ BNSലെ 143 ആയി മാറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് BNSലെ 143 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇന്റർസ്റ്റേറ്റ് ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു സെക്ഷൻ വരുന്ന സമയത്ത് അത് കേൾക്കാനോ വിചാരണ നടത്താനോ സെഷൻസ് കോടതിക്ക് സാധിക്കില്ല. അത് ഡെസിഗ്നേറ്റഡ് കോടതിയിലേക്ക് തന്നെ വിടേണ്ടി വരും. ആ കോടതി വിധിയിലെ ആ ഭാഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. Jurisdiction decision. As per the Gazette notifications issued by the Central and Chhattisgarh state governments, Darg district is not listed among those under jurisdiction of special NIA courts established under section 11 of the NIA Act. Therefore, the court lacks territorial jurisdiction to hear the case എന്നാണ് കോടതി പറഞ്ഞത്. അതായത് NIA ആക്ടിലെ സെക്ഷൻ 11 പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് കോടതിയുടെ പരിധിയിൽ ഈ കോടതി വരുന്നില്ല. അതുകൊണ്ട് ഈ കോടതിക്ക് ഈ കേസ് കേൾക്കാനുള്ള ടെറിട്ടോറിയൽ ജുറിസ്ഡിക്ഷൻ ഇല്ലാതെ കോടതി സ്വയമേവ കണ്ടെത്തുകയാണ് ചെയ്തത്. അതല്ലാതെ NIA കോടതിയിലേക്ക് വിടണമെന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വാദമായിരുന്നില്ല. ശ്രീ
ഫാദർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം 1968 മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിനെ ജിൻഡോ ജോൺ തിരുത്തി 1936 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ റായ്ഗർ സംസ്ഥാനമായിരുന്ന സംസ്ഥാനം പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണെന്ന്. അവിടേക്കുള്ള പ്രശ്നം ഈ നിയമം എന്തുകൊണ്ട് ഉണ്ടായി, ഇത് ആരുണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്തായിരുന്നല്ല, അവിടെ ഒരു നിയമം ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു, അവിടെ കൺവെർഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു ട്രൈബൽ സംസ്ഥാനത്ത് 35% ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ മുതൽ കോൺഗ്രസ് സർക്കാർ വരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് അവിടെ ട്രൈബൽ കൺവെർഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഛത്തീസ്ഗഡിലുള്ള 1.92% ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ 78% ട്രൈബൽസ് ആണ്. മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ള ട്രൈബൽ പോപ്പുലേഷനാണ് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി ചങ്കും ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കൺവേർഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അത്തരം വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ട് അതൊരു സാമൂഹിക പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ സംഘടനകൾ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന നിരോധന നിയമമില്ല. ഇവിടെ ഈ പറയുന്ന ട്രൈബൽസിനെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ പ്രശ്നങ്ങളില്ല. ഒരു കാര്യം ഞാൻ പറയാം, 2019 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ 6 വർഷങ്ങളിൽ 25 കേസുകൾ ക്രിസ്ത്യൻ നൺസിനും ഫാദേഴ്സിനും എതിരായിട്ട് ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ്റെയും ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെയും പേരിൽ ഈ ഛത്തീസ്ഗഡിൽ എടുത്തിട്ടുണ്ട്. ഈ സമയം മുഴുവൻ ഞങ്ങളല്ല ഭരിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2023 ഭരണത്തിൽ കയറിയിട്ടുള്ളത്. 2021 സിമിലർ ആയിട്ടുള്ള കേസിൽ ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ ഫാദറിനെതിരെ അവിടുത്തെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗതുകത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടുന്ന് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് പോയല്ലോ. ഛത്തീസ്ഗഡിലുള്ള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചോ? അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭൂപേഷ് ബാഗൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടുണ്ടോ? പറയാൻ തയ്യാറാവില്ല. കാരണം അവിടെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഈ പറയുന്ന റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിന് ന്യായീകരിച്ചുകൊണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ പോലും രാഷ്ട്രീയമായി ബാധിക്കും.